കണ്ട ഇഹാന് കഴിക്കുന്നത് കണ്ടില്ലേ? അത് നല്ല ഇഷ്ടമായിട്ട് കഴിച്ചിട്ട് ഡാൻസ് കളിക്കുകയാണ്. ഹലോ, അപ്പം ഞാൻ ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? ഇതിലേക്ക് ഞാൻ ആദ്യം 2 കോഴിമുട്ടയും പിന്നെ 1/2 കപ്പ് അളവിൽ ശർക്കര പൊടിച്ചതാണ് കേട്ടോ ചേർത്തത്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ, ഒരു 5 ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നത് ഒരു വലിയ സ്പൂണിൽ ബട്ടർ ഉരുക്കിയതാണ് കേട്ടോ. അതും കൂടി അതിൽ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് അളവിൽ ആട്ട, അതായത് 120 ഗ്രാം ആട്ടപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു ചെറിയ അളവിൽ ഉപ്പും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അത് അടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാലൊഴിക്കുക. പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് അടിക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതേപോലെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ, കുറച്ചൊന്ന് ടൈറ്റാണ്, എനിക്ക് കൈ കൊണ്ടൊന്നും നല്ലവണ്ണം അങ്ങോട്ട് ആവുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിക്കുന്നുണ്ട്. ഒരു സ്പൂൺ അളവിൽ പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോൾ കഥ അപ്പോൾ നല്ലൊരു ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആവണം, ഈ ഒരു സ്മൂത്തിൽ കിട്ടണം. നമുക്കിതായിട്ട് ഇങ്ങനെ ഇഡ്ഡലി തട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളം പോകാനൊന്ന് തുടച്ചിട്ട് നല്ല വൃത്തിയാക്കി വെക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയത് 9 കുഴിയുള്ള ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ. ഇനി നമ്മൾ ആ തുടച്ച് വെച്ച ഇഡ്ഡലി തട്ടിൽ ഒന്ന് ഇങ്ങനെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തേച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. അതിന് ശേഷം ഇങ്ങനെ ഒരു 1/4 ഭാഗം നിറയുന്ന രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 1/4 ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തതിൽ എനിക്ക് 9 കുഴിയിൽ 9 ഇഡ്ഡലി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഒഴിക്കുക. നിങ്ങളെ ഇഡ്ഡലി തട്ടിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടൊക്കെ പാകത്തിനനുസരിച്ചിട്ടും ഒഴിച്ചാൽ മതി. പിന്നെ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് പൊടിച്ച് വെച്ചത് ഇട്ടിട്ടുണ്ട്. ഈ നട്ട്സ് പൗഡർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് ടാഗ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സപ്ലിമെൻ്റാണ്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുവിലൊരു കളറിന് വേണ്ടിയിട്ട് അനാറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ബാക്കി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്ക് ഇങ്ങനെ ഒരു ഇഡ്ഡലി തട്ടിൽ ഞാനിത് ആദ്യം വെള്ളം ഒഴിച്ച് വെച്ച് ചൂടാക്കാൻ വെച്ചതാണ് കേട്ടോ. അതിലേക്ക് ഇത് മാവൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ച് തട്ട് എടുത്ത് അതിലേക്ക് വെക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ഈർക്കിൽ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുകയാണ് ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ അതിൻ്റെ മേലിനൊന്നും വരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് വെക്കുകയാണ്. ഒരുപാട് ടൈമൊന്നുമില്ല, ഒരു 2 മിനിറ്റ് കൂടി വെച്ചിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ഒരു പപ്പടക്കോല എടുത്ത് കുത്തി നോക്കുമ്പോൾ അതിൻ്റെ അറ്റത്തൊന്നും പിടിച്ച് വരരുത്, അതാണ് അതിൻ്റെ പാകം. അപ്പോൾ റെഡി ആയിട്ടാ നമ്മൾ 2 മിനിറ്റ് കൂടി വെച്ചപ്പോൾ അത് കറക്റ്റായി. അപ്പോൾ നമുക്കിത് ഇതൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റാം, ഒന്ന് തണയാൻ വെക്കണം. തണഞ്ഞതിന് ശേഷം മാത്രമേ അതൊന്ന് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ കുറേ നേരം തണയാൻ വെക്കൊന്നും വേണ്ട, കുറച്ച് നേരം വെച്ചാൽ. ഇപ്പം എന്നാ കണ്ടോ, അതിൻ്റെ മേലിൽ നിന്ന് വിട്ട് തന്നിട്ടുണ്ട്, നല്ല കറക്റ്റ് വേവായിട്ടിട്ട്. അപ്പോൾ അത് തണഞ്ഞ് നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കോഴിമുട്ടയും പിന്നെ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, പഞ്ചസാരയോ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ആ മേലെ നട്ട്സും പിന്നെ നടുവിൽ ആ അനാറിൻ്റെ ഒരു ചെറിയൊരു ഇത് വിട്ടുകൊണ്ട് ഒരു കളറിന് അതുകൂടി ആയപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. കണ്ടോ, ഇത് പൊളിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, അകത്തൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോയി. നമ്മളെ വീട്ടിൽ തന്നെയുള്ള ചെറിയ സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഈസി റെസിപ്പീൻ്റെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.